മാനവികതയുടെ സന്ദേശവുമായി വി കെയർ ഫൗണ്ടേഷൻ കോഴിക്കോട് ബീച്ചിൽ വിപുലമായ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. മനുഷ്യത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് വി കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ വിപുലമായ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. മാർച്ച് 1 ഞായറാഴ്ച നടന്ന ഈ സായാന്തനം സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും വലിയൊരു കൂട്ടായ്മയായി മാറി. വി കെയർ ഫൗണ്ടേഷന്റെ ഒരു നോമ്പുതുറയാണ്. ഇതൊരു ആഘോഷമായിട്ടൊന്നുമല്ല നമ്മൾ നടത്തുന്നത്. പക്ഷേ വി കെയർ ഫൗണ്ടേഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം, ഒരു പദ്ധതി ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ കുറേ ആളുകളുണ്ട്, നമ്മളുടെ മുസ്ലിം സുഹൃത്തുക്കളും അമുസ്ലിം സുഹൃത്തുക്കളും ഒക്കെ ഇതിൽ ഭാഗവാക്കാവുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറെ സന്തോഷം നൽകുന്നത്. ജാതിമത ചിന്തകൾക്കപ്പുറം മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫൗണ്ടേഷൻ ഈ ഇഫ്താർ സംഗമം ഒരുക്കിയത്. കല, കായിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ അതിഥികളായി പങ്കെടുത്തു. എല്ലാവർക്കും ഞാൻ റമദാൻ ആശംസകൾ നേരെയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ ഈ ഒരു കൂട്ടായ്മ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധ റംസാനിൽ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സമൂഹ നോമ്പ് തുറയാണ് വി കെയർ ചാരിറ്റി ഫൗണ്ടേഷന്റെ അണ്ടറിലായിട്ട് ഇവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു മതസൗഹാർദ്ദത്തിന്റെ കൂടി ഒരു കൂട്ടായ്മയായി മാറുകയാണ്. 2026 മെയ് 3 നടക്കാനിരിക്കുന്ന വി കെയർ ഫൗണ്ടേഷന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഫസീല, മുഖ്യ രക്ഷാധികാരികളായ തൽഹത്ത് കുന്നമംഗലം, ആമിന ജിജു, മൻസൂർ മുക്കം, ഷംസീർ മുക്കം, റസൽ ബേപ്പൂർ, സുഹരി മലേഷ്യ എന്നിവർ നേതൃത്വം നൽകി. വയനാട് മെഡിക്കൽ കോളേജ് ഡോക്ടർ ബഷീർ, EMS ഹോസ്പിറ്റൽ ഡോക്ടർ സബീന എന്നിവരും ഫൗണ്ടേഷൻ പ്രവർത്തകരായ ജമീല, മിനി രാജു, നിഷ, പത്മിനി, സ്വപ്ന, മാൾട്ടി ഐക്കരപ്പടി, ലൈല, ഹാജറ എലത്തൂർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കാരുണ്യ പ്രവർത്തനങ്ങളിൽ എപ്പോഴും മുൻപന്തിയിലുള്ള വി കെയർ ഫൗണ്ടേഷൻ ഒരുമയുടെയും ഐക്യത്തിന്റെയും പുതിയൊരു പാലം പണിയുകയാണ് ഈ നോമ്പുതുറയിലൂടെ ചെയ്തത്.